നെത്തോല് തോരൻ വയ്ക്കുമ്പം ഇതും കൂടി ചേർത്താലുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിട്ട് വരും. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഞാനിപ്പോൾ അതായത് ഒരു 1/2 കിലോളം നെത്തോലി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പരലുപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് അലമ്പി കഴുകി എടുത്തിട്ടുണ്ട്. നല്ല പളങ്ക് പോലത്തെ നെത്തോലിയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള നെത്തോലിയാണ്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിലരൊക്കെ അതിൻ്റെ മുള്ള് ഊരി കളയേ. അപ്പം ഇതിൻ്റെ മുള്ള് ഊരരുതെന്നാണ് പറയുന്നത്. കാരണം ഇത് ഫുള്ള് കാൽസ്യമാണ്. ഇനി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പം അത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചുവന്നുള്ളി ഇത്രയും എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചതാണ്. ഏകദേശം ഒരു 10-15 ചുവന്നുള്ളി വരുമെന്ന് തോന്നുന്നു ഉദ്ദേശം. അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കാന്താരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല നാടൻ കാന്താരിയാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മുളകും ചുവന്നുള്ളിയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു പോകും. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കടിക്കാൻ പരുവത്തിൽ കിടക്കുന്നതാണ് നല്ലത്. ഇനിതേ നമ്മളിത് ഗ്യാസൊന്നും കത്തിച്ചിട്ടില്ല. ആ ഒരു മീനിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകൊക്കെ ചിലതൊക്കെ അവിടെ മുഴുവനെ കിടപ്പുണ്ട്. ഇനി മീൻ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തവിയൊന്നും എടുക്കരുത്. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മ മീൻ കഴിക്കത്തില്ല കേട്ടോ. മീൻ, ചിക്കൻ അങ്ങനത്തെ ഒന്നും കഴിക്കത്തില്ല. പക്ഷെ നമുക്ക് വെച്ച് തരുമായിരുന്നേ. നല്ല ടേസ്റ്റായിട്ട് തന്നെ വെച്ച് തരും. അങ്ങനെ ഇത് നമ്മളൊന്ന് കലക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചുള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ളൊരു കുടംപുളിയാണ് കേട്ടോ ഇപ്പോൾ കിട്ടിയത്. അത് കഴുകിയിട്ട് വേണം, അതിൻ്റെ ഒരു കറ പോയിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണം. അങ്ങനെ ദേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ മീനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നെത്തോലിക്ക് പിന്നെ വലിയ വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി തോരനാവുമ്പം ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പം എരിവ് കുറവായിരുന്നുകൊണ്ട് ഇത്രയും കാന്താരി അരച്ചിട്ട് തന്നെ എനിക്ക് അത്ര എരിവ് തോന്നുന്നില്ല. ഇതിന് എരിവില്ലെങ്കിൽ ഒരുമാതിരി മണമണാന്നിരിക്കേ. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ഉണ്ടമുളകുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുവാണ്. പക്ഷേ ഇപ്പോഴത്തെ ഉണ്ടമുളകിനും വലിയ എരിവൊന്നുമില്ല കേട്ടോ. പൊട്ടെല്ലാം കൂടെ പറിച്ച് വെച്ചേക്കുവാന്ന് തോന്നുന്നു. എന്തായാലും അതെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാമറയിൽ ഈ ഒരു പുകയൊക്കെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി ഈ ഒരു സമയത്ത് കുറവാണ്. അതിങ്ങനെ നമ്മൾ പിന്നെയും അടച്ചു വെച്ചു. ഇപ്പം അത്യാവശ്യം ചെറിയ രീതിയിലെങ്കിലും ഒരു എരിവ് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1/4 ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഒരു പിടിയോളം മുരിങ്ങ ഇലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കണേ. കാരണം മുരിങ്ങ ഇല ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും വലിയ വേവ് താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞു. നമ്മളിത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ആ ഒരു ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഏറ്റവും ലാസ്റ്റ് നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണയും പിന്നെ അതേ കുറച്ച് കറിവേപ്പിലയും കൂടി, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഏത് കറി ഉണ്ടാക്കിയാലും ആ ലാസ്റ്റ് തിരുമ്മി ചേർക്കുന്ന ആ ഒരു കറിവേപ്പില ചേർക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു ഭയങ്കര ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമുക്ക് പറ്റുന്നത്. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.